This news is brought to you by Lakshmi Home Appliances, Village Office in the സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും സ്ത്രീത്വവും മഹത്വവും എന്ന വിഷയത്തിൽ സ്ത്രീ ശാക്തീകരണ സെമിനാറും സംഘടിപ്പിച്ചു. വെളിച്ചന്തോട് ഷൈൻ സ്റ്റാർ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് സിഡിഒ ജോയ്സി രാജു സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ബിജു മുടമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ കോർഡിനേറ്റർമാരായ വി നളിനാക്ഷൻ, ഷാജി മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രമുഖ മോട്ടിവേറ്ററും ട്രെയിനറുമായ ബാലചന്ദ്രൻ കൊട്ടോടി സെമിനാറിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വച്ച് ബാലചന്ദ്രൻ കൊട്ടോടിയെയും യൂണിറ്റ് കമ്മിറ്റി അംഗവും ന്യൂസ് റിപ്പോർട്ടറുമായ അംബ്ലി തോമസിനെയും മൊമന്റോ നൽകി ആദരിച്ചു. നിരവധി അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിക്ക് യൂണിറ്റ് സിഡിഒ സൗമ്യ PV നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല, അച്ഛൻ പിടി തരാറില്ല. ഇന്ന് എങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ അച്ഛനെ തിരക്കുണ്ട്, മദർ സ്കൂളിൽ പോയിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂണിറ്റ് ഡയറക്ടറെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസാണ്. മായയെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കാസർഗോഡ് മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി എല്ലാ പ്രോഗ്രാമും വളരെ നന്നായിട്ട് ഓടുന്നത് നിങ്ങൾ കാരണമാണ്. അത് പള്ളിയിലെ സംഘടനയാണെങ്കിലും അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയാണെങ്കിലും ശ്രേയസ് ആണെങ്കിലും ഇത്ര ഭംഗിയായിട്ട് പോകുന്നത് ഈ അമ്മമാരുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങൾ ഏത് സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, അവിടെ മാത്രമേ ഫാനുള്ളൂ, ഇവിടെ നിന്ന് ഫാനൊന്നുമില്ല. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ സഹനത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വനിതാ ദിനം ആദരിക്കപ്പെടേണ്ട ഒന്നല്ല, ആദരിക്കപ്പെടേണ്ട ഒന്നാണെന്ന് പറയുന്നത്. നിങ്ങളെ എത്ര ആദരിച്ചാലും എത്ര ബഹുമാനിച്ചാലും എത്ര കരുതിയാലും അതൊന്നും അധികമാവുകയില്ല. നമ്മുടെ കുടുംബവും നമ്മുടെ പള്ളിയും നമ്മുടെ അമ്പലവും നമ്മുടെ മോസ്കും നമ്മുടെ സമൂഹവും നമ്മുടെ ശ്രേയസ്സും എല്ലാം ഇന്ന് നല്ല രീതിയിൽ വളർന്ന് മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് വനിതകളുടെ ഒരു നല്ല സഹകരണം കൊണ്ട് മാത്രമാണ്. കാരണം പലപ്പോഴും പറയാറുണ്ട് പുരുഷന്മാരാണ് ഏറ്റവും ശക്തന്മാർ എന്ന്. പക്ഷെ എനിക്ക് പല അനുഭവത്തിൽ നിന്നും പറയാനുള്ളത് സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും ശക്തരായ വ്യക്തികൾ. കാരണം നമ്മുടെ നാട്ടിൽ പല ആത്മഹത്യകളൊക്കെ ഈ അടുത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പുരുഷന്മാർ പറയും, അവരിങ്ങനെ പറയാറില്ലെങ്കിലും കൂടുതൽ ആത്മഹത്യ ചെയ്തത് പുരുഷന്മാരാണ്. സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞ് ആശിപ്പിക്കുള്ളൂ, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇനി അങ്ങനെ പുരുഷന്മാര് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾ പിടിച്ചു നിൽക്കും. ഇപ്പൊ നമ്മൾ പല വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാര് കടന്നു പോയാലും സ്ത്രീകൾ അമ്മമാര് അവർ ജീവിതത്തിന്റെ അവസാനത്തോളം സെഞ്ചുറി അടിക്കുന്നവർ വരെ അവർ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കഴിവ് അവർക്കുണ്ട്. ആ സമയം നേരെ തിരിച്ച് ഈ അമ്മമാര് അല്ലെങ്കിൽ ഭാര്യമാര് കടന്നു പോയി കഴിഞ്ഞാൽ ഈ അപ്പന്മാരുടെ കാര്യം വളരെ ദയനീയമാണ്. നമ്മൾ പല കുടുംബങ്ങളിലും അവർ പിന്നെ പിടിച്ചു നിൽക്കുന്നത് വളരെ, നമ്മൾ ഇടവപ്പള്ളിയിലൊക്കെ പല നോക്കുമ്പോഴും അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് അധികം ആയുസ്സൊന്നും കാണത്തില്ല. നിങ്ങൾ എല്ലായിടത്തോളം എനിക്കറിയത്തില്ല, എക്സെപ്ഷൻസ് കാണും. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥം സ്ത്രീകള്, അമ്മമാര്, വനിതകള് അവർ ഏത് സാഹചര്യത്തെയും ജീവിതത്തിൽ അതിജീവിക്കാനുള്ള പറ്റിയ കഴിവ് അവർക്കുണ്ട്. ശ്രേയസിന്റെ നേതൃത്വത്തിൽ മാർച്ച് 7 മുതൽ നമ്മുടെ അവസാനത്തെ, അതായത് നമ്മുടെ മേഖലയിലെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം ഇന്ന് വെളിച്ചന്തോടാണ് നടക്കുന്നത്. 15-ന് പുലിയംകുളത്ത് വെച്ചതിൻ്റെ സമാപന പരിപാടി നടക്കുകയാണ്. വിവിധ യൂണിറ്റുകളിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ച് ശ്രേയസിന്റെ നേതൃത്വത്തിൽ വന്നത്. പ്രത്യേകിച്ച് തിരുമേനി യൂണിറ്റിൽ 9 വനിതാ സംരംഭകരെ ആദരിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് ചെറുപുഴ വനിതാ സംരംഭകരെ ആദരിച്ചു. പെരിങ്ങോത്ത് നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനർ ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പുലിയംകുളത്തും ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഇന്നിവിടെയും നമ്മുടെ സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ സ്ത്രീത്വം മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ക്ലാസ്സാണ് സംഘടിപ്പിക്കുന്നത്. പ്രാർത്ഥനയും എൻ്റെ അമ്മയുടെ എന്നെ വളർത്തിയ ആ പശ്ചാത്തലവുമാണ് എന്നെ ഈ നിമിഷം വരെ എനിക്ക് ഇവിടെ വരെ എത്താനായിട്ട് സാധിച്ചത്. ഏത് വനിതാ ദിനത്തിലും മാർച്ച് 8-ന് എല്ലാ ദിവസവും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. കാരണം അത് ഞാൻ അന്ന് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അമ്മമാരുണ്ട്, ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ അമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ട്. മരിച്ചവരെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പൂവെങ്കിലും കൊടുത്ത് അവരെ
അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അലങ്കരിക്കാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ വനിതകളെ പല രീതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും മനസാന്നിധ്യത്തിലൂടെ ജീവിതത്തിൽ ഒരു പുരുഷൻ്റെ പങ്കാളിയായി മാറി കുഞ്ഞുമക്കൾക്ക് ജന്മം നൽകി ജീവിതത്തിൽ അടിത്തറ പാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ നമസ്കാരവും അതിനോടൊപ്പം തന്നെ പ്രാപ്തിയും അതിനൊക്കെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഈ സംസാരിക്കണതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ 23 വർഷമായി കുട്ടികളോട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടല്ല, പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലുടനീളവും അത്യാവശ്യം ഗൾഫ് രാജ്യങ്ങളിലും ഇങ്ങനെ അവരുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ കുറേ അനുഭവം എന്ന് പറയുന്നത്, ഒരുപാട് അനുഭവം കിട്ടില്ല. ആ അനുഭവം എന്ന് പറയുന്നത് കുട്ടികളല്ല നന്നാവേണ്ടത്. പിന്നെ കുട്ടികൾ മോശമാണോ നല്ലതാണോ? നല്ലതാണ്. ദൈവത്തെപ്പോലുള്ള മുഖമായിട്ട് ജനിച്ചു വീഴുന്ന മക്കൾ മോശമാണോ? അല്ല, കുട്ടികൾ നന്നാവേണ്ടത് മോശമാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ല, സമൂഹമാണ് നന്നാക്കുന്ന മോശമാക്കുന്നു. ഓക്കെ, ഏതോ ആട്ടെ. അപ്പോൾ നന്നാവേണ്ട കുട്ടികളല്ല, പിന്നെ ആരാണ്? ആ രക്ഷിതാക്കളാണ്, അച്ഛനും അമ്മയും, ഒരു സംശയമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ അമ്മയാവാൻ പറ്റും എന്നൊരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ്, പഠിപ്പിക്കലല്ല. അത് എൻ്റെ അമ്മയുടെ വാക്കുകളാണ്. അതെനിക്ക് കുറച്ച് വൃന്ദവർന്നെന്ന് പറയാൻ പറ്റും. അമ്മ IAS ആയില്ല, കൂലിപ്പണിക്കാരിയാണ്. എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും അമ്മ തന്നെ എനർജി ഉണ്ട്. അതാണ് ഈ മുമ്പ് അമ്മമാരുടെ മുമ്പിൽ നിൽക്കാനുള്ള എൻ്റെ ഊർജ്ജം. ഓക്കെ, അതുകൊണ്ട് ക്ലാസ് ഇല്ല. ഒരു ക്ലാസ് എടുത്ത് ഒരാളെ നന്നാക്കാൻ ഓക്കെ. അതിന് മുമ്പ് ഒരു ചോദ്യം, ഇതിനു മുമ്പ് എൻ്റെ ക്ലാസ്സിലിരുന്ന് എത്ര പേരുണ്ട്? എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇടാറില്ല അല്ലേ? വി.കെ. സുരേഷ് ബാബു സാറിന് പറ്റി പെട്ടതാണ്. സാറ് എല്ലാം യൂട്യൂബിൽ അരക്കിവിട്ടാണ്. പക്ഷെ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇത് ഫോണിൽ കേട്ടതല്ലേ? അപ്പോൾ ഇപ്പം അതുകൊണ്ട് എൻ്റെ ഫോണിൽ കേൾക്കാൻ പറ്റില്ല, ഇങ്ങനെ ലൈവായിട്ട് കേൾക്കാൻ പറ്റും. ഏതായാലും അന്ന് കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. കേട്ടവർക്ക് കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പുതിയ നമുക്ക് ചിന്തിക്കാം. പഠിപ്പിക്കലല്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു യാത്രയാണ്. ഒരു ക്ലാസ് എടുത്ത് ഒരാളെ നന്നാക്കാൻ മറ്റൊരാളെ കൊണ്ട് പറ്റുമോ? ഉണ്ട്, ഇല്ല, അല്ല. ഇതല്ല, ഇങ്ങനെയല്ല. പറ, ശബ്ദത്തിൽ പറ. ഇവരാ വനിതകള് ഒന്നും പറയാൻ പറ്റില്ല. സത്യം പറയട്ടെ, മുമ്പിൽ ഇതൊന്നല്ല. ഈ ഏത് വേദിയിൽ പോയാലും ഏത് ക്ലാസ്സിൽ പോയാലും ഒന്നാമത്തെ സീറ്റ് നമ്മുടെ സീറ്റാണ്. ആണോ അല്ലയോ? അവിടെ VIP വരാനുണ്ടോ? എന്താ ഇരിക്കാൻ മടി എന്താണ്? ബസ്സിന് മുമ്പ് കൈനീട്ടിയിട്ടുണ്ടോ? ഇല്ല. ഡ്രൈവറെ നോക്കും. ഞാൻ സത്യം, ഞാൻ ഇന്ന് വരുമ്പോഴും ഞാൻ ബസ് ശ്രദ്ധിച്ചു, പല സ്ത്രീകളും ബസ്സിന് കൈനീട്ടാറില്ല. അവർ നോട്ടം നോക്കും. അത് നിർത്താമായി പോയി. ഈശ്വരാന്ന് കൂടി ഉണ്ടല്ലേ. ഒന്ന് പോട്ടെ. എന്താ ഞാൻ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരണം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉള്ളത് മുഖത്തേക്ക് പറഞ്ഞു, ദേഷ്യം വരണം, കുഴപ്പമൊന്നുമില്ല. നോക്കൂ, നമ്മൾ ബസ്സിന് കൈനീട്ടാറില്ല. അതുപോലെ ഇങ്ങനെ സീറ്റുകൾ ഫസ്റ്റ് ഇരിക്കാറില്ല. എന്താ മുമ്പിലെ സീറ്റിൽ എന്താ പ്രശ്നം? ഞാൻ ചോദ്യം ഇതാണ്. നമ്മുടെ മക്കളുടെ ഒരു പ്രോഗ്രാം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ കുട്ടികളാണ്. ഓക്കെ, നിങ്ങൾ ആ പരിപാടിയിലേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് സ്ഥിരിക്കുന്നത് നിങ്ങൾ ഏതൊരു അമ്മയുടെ മോനാണ്. ആ അമ്മയ്ക്ക് സന്തോഷമോ സങ്കടമാകുമോ? സന്തോഷം. ഞാൻ നോക്കണോ, എൻ്റെ മോളാണ്, നോക്കടി എൻ്റെ മോനാണ് ഒന്നാം സീറ്റിലുള്ളത്. സന്തോഷമല്ലേ? ഇപ്പം നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് വന്നാൽ ഏറ്റവും പറയുന്ന അമ്മമാരുടെ മക്കൾക്ക് സന്തോഷമോ സങ്കടമാകുമോ? സങ്കടമാകും. അതുകൊണ്ട് ഒന്നാം സീറ്റ് ആരുടെ സീറ്റാണ്? അതുകൊണ്ട് വനിത എന്ന് പറഞ്ഞിട്ട് തുല്യതയ്ക്ക് വേണ്ടി പോരാട്ടിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് സീറ്റ് എൻ്റെതാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും മുമ്പിലാണ്, സമ്മതിക്കുന്നു. പല കാര്യത്തിലും അല്ലേ, തെങ്ങ് കയറാൻ വരെ സ്ത്രീകളായി. പക്ഷെ മരം കയറുന്നതിന് വല്ല നെഗറ്റീവ് പറഞ്ഞിരുന്ന കാലമാണ്. പക്ഷെ എന്താ തെങ്ങിൽ കയറാൻ വരെ ഞങ്ങൾ റെഡിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതല്ല, നമ്മുടെ ഏത് കാര്യം മുമ്പിലായിരിക്കണം അല്ലേ? അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.